കരുവന്നൂർ കള്ളപ്പണ കേസിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ ഇഡി വിചാരണ തുടങ്ങുന്നതിന് മുൻപ് കോടതിയിൽ കേസ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള മെമ്മോ സമർപ്പിക്കും. രണ്ടാം ഘട്ട അന്വേഷണവും പൂർത്തിയാക്കി. കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന കേസിൽ കൂടുതൽ അന്വേഷണത്തിന് സാധ്യതയില്ലെന്ന് വിലയിരുത്തിയാണ് അന്വേഷണ സംഘം കേസ് അവസാനിപ്പിക്കുന്നത്. പ്രതികളായ മുൻ മന്ത്രി എ സി മൊയ്തീൻ, കെ രാധാകൃഷ്ണൻ എന്നിവർക്ക് കോടതി ഉടൻ സമൻസ് അയക്കും. നിഷ ദിലീപ് ചേരുന്നു. നിഷ, കൂടുതൽ വിവരങ്ങൾ. ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെയും അല്ലെങ്കിൽ തട്ടിപ്പിൽ ഏതെങ്കിലും രീതിയിൽ അതിന്റെ ഭാഗമായിരിക്കുന്നവരുടെയും തെളിവുകൾ അവരുടെ വിവരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ പങ്കാളിത്തം വെളിച്ചത്ത് കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2 ഘട്ടങ്ങളിലായാണ് ഇവര് കേസ് അന്വേഷണം നടന്നത്. ഈ കേസ് അന്വേഷണത്തിൽ ഇനി കൂടുതൽ സാധ്യതയില്ല എന്ന് കണ്ടുകൊണ്ടാണ് കരുവന്നൂർ കേസിൽ ഇഡി അന്വേഷണം അവസാനിപ്പിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ട കുറ്റപത്രം 2023 നവംബറിൽ സമർപ്പിച്ചിരുന്നു. ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിട്ടും അന്വേഷണം പൂർത്തിയാക്കിയിരുന്നില്ല. അന്വേഷണം തുടരുകയായിരുന്നു. ഈ അന്വേഷണത്തിലാണ് കൂടുതൽ പേർക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം വിളിച്ചിട്ട് വന്നത്. CPM പല രീതിയിൽ സംഭാവനയായി ഈ കള്ളപ്പണം കൈപ്പറ്റിയതിന്റെയും ഒപ്പം തന്നെ അനധികൃത ലോണുകൾ അനുവദിച്ചത് വഴി CPM പാർട്ടി നേതാക്കൾ ഇതിൽ ഇടപെട്ടതിന്റെയും ഒക്കെ വിവരങ്ങൾ വിളിച്ചിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഈ അന്വേഷണത്തിലാണ് മുൻ മന്ത്രിമാരായ ഐ സി മൊയ്തീനെയും കെ രാധാകൃഷ്ണനെയും ഒപ്പം തന്നെ സൂര്യ മുൻ CPM സെക്രട്ടറി എം വർഗീസിനെയും ഒക്കെ പ്രതി ചേർത്തത്. എന്തായാലും ഇവർക്കെല്ലാവർക്കും തന്നെ സമൻസ് അയച്ചിട്ടുണ്ട്. കലൂർ PMLA കോടതിയിൽ ഹാജരായി ഇവർ നോട്ടീസ് കിട്ടുന്നതിന് ഹാജരായി ഇവർ ജാമ്യം എടുക്കേണ്ടതുണ്ട്. എന്തായാലും ഈ വിചാരണ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇഡി കേസ് അന്വേഷണം അവസാനിപ്പിക്കാനായി കോടതിയിൽ നിർദ്ദേശം നൽകും. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.